നമസ്കാരം. രഞ്ജിസ് ഇംഗ്ലീഷിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ ക്ലാസ് മുതൽ നമ്മൾ LDC മെയിൻ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ടോപ്പിക് വൈസ് ക്ലാസ്സസ് ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഇൻ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അത് ഇൻ കേസ് എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു. ഇപ്പോൾ ഇൻ കേസുമായി ബന്ധപ്പെട്ട അടിസ്ഥാന കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഒപ്പം അതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തന്നിരുന്നു. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഉണ്ടാവും. ആ സെക്കൻഡ് പാർട്ടിൽ നമ്മൾ PSC ചോദിക്കാൻ സാധ്യതയുള്ളതും PSC ചോദിച്ചിട്ടുള്ളതും അതുപോലെ തന്നെ ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടാകും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പം എൻ്റെ ഈ കോഴ്സിലേക്ക് ആദ്യമായി വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ഈ ക്ലാസ്സിലേക്ക് വരുവാൻ. അതിനുവേണ്ടിയുള്ള ലിങ്ക്, അതായത് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ആ ഫസ്റ്റ് ക്ലാസ് കാണുക, അതിനുശേഷം ഈ ക്ലാസ് കാണാൻ ശ്രമിക്കുക. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ കുറച്ച് ക്വസ്റ്റ്യൻസ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ വിശദീകരിക്കാൻ പോവുകയാണ്. എന്തായാലും നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. നോക്കുക. മനു joins a crash course. His exam may be in the next week. ഇതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ എപ്പോഴും നമ്മുടെ ഫോക്കസ് എവിടെയാണ് പോകേണ്ടത്? ഫസ്റ്റ് സെന്റൻസിലാണ് പോകേണ്ടത്. കാരണം ഈ ഫസ്റ്റ് സെന്റൻസ് ആണ് എന്ത് ചെയ്യുന്നത്? ഒരു പ്രിക്കോഷനെ തരുന്നത്, ഒരു മുൻകരുതലിനെ കാണിക്കുന്നത്. ഇനി സംഭവിക്കാൻ പോകുന്ന ഒരു സാധ്യതയാണ് രണ്ടാമത്തെ സെന്റൻസ് കാണിക്കുന്നത്. അപ്പൊ ഇതിനെ നമുക്ക് ഇൻ കേസ് കൊണ്ട് കമ്പൈൻ ചെയ്യണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യത്തെ സെന്റൻസ് അതുപോലെ എഴുതുക, മനു ജോയിൻസ് എ ക്രാഷ് കോഴ്സ്. അതിനുശേഷമായിരിക്കണം നമ്മൾ ഇൻ കേസ് എഴുതേണ്ടത്. അപ്പൊ അങ്ങനെ വരും, മനു ജോയിൻസ് എ ക്രാഷ് കോഴ്സ് ഇൻ കേസ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? മേ ഉണ്ടെങ്കിൽ നമ്മൾ കളയുക. എവിടെ? രണ്ടാമത്തെ സെന്റൻസിൽ മേ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മേ മൈറ്റ് എന്നിവയെ ഒഴിവാക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അവിടുത്തെ വെർബിന്റെ ടെൻസ് ഫോം കറക്റ്റ് ആയിട്ട് എഴുതണം. അതെന്തിനെ ആശ്രയിച്ചാണ്? ഫസ്റ്റ് സെന്റൻസിനെ ആശ്രയിച്ചു. ഇവിടെ തന്നിരിക്കുന്ന ഫസ്റ്റ് പാർട്ട് നോക്കുക. അവിടുത്തെ വെർബ് എന്താ? ജോയിൻസ് ആണ്. ജോയിൻസ് എന്ന് പറയുന്നത് ഏത് ടെൻസ് ആണ്? പ്രസന്റ് ടെൻസ് ആണ്. അങ്ങനെ ഫസ്റ്റ് പാർട്ട് പ്രസന്റ് ടെൻസോ ഫ്യൂച്ചർ ടെൻസോ അല്ലെങ്കിൽ ഒരു ഇംപറേറ്റീവ് സെന്റൻസിനെയോ സൂചിപ്പിക്കുന്നതാണെങ്കിൽ നമുക്ക് ഈ സെക്കൻഡ് സെന്റൻസിനെ ഏത് ടെൻസിലേക്ക് മാറ്റണം? സിമ്പിൾ പ്രസന്റിലേക്ക് മാറ്റണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ മേ നമ്മൾ കളയുന്നു. അങ്ങനെ മേയെ കളയുമ്പോൾ പിന്നെ നിൽക്കുന്ന വെർബ് ഏതാ? ബി ആണ്. ആ ബി അവിടെ യഥാർത്ഥ രൂപത്തിൽ നിൽക്കുകയാണ്. അതിന്റെ സിമ്പിൾ പ്രസന്റ് ഫോം നമ്മൾ എഴുതണം. ബിയുടെ സിമ്പിൾ പ്രസന്റ് ഫോംസ് ഏതൊക്കെയാ? ഈസ്, ആം, ആർ. അതിൽ ഏത് വരും? അത് നമ്മൾ ഹിസ് എക്സാം എന്ന് പറയുന്ന ഈ ഭാഗത്തെ നോക്കിയാണ്. അതാണ് ഇവിടുത്തെ സബ്ജക്ട്. ഹിസ് എക്സാം എന്ന് പറയുന്നത് എന്താണ്? സിംഗുലർ ആണ്. അപ്പൊ നമുക്ക് ഈസ് എഴുതാം. അപ്പൊ നമ്മുടെ ആൻസർ എങ്ങനെ വരും? മനു ജോയിൻസ് എ ക്രാഷ് കോഴ്സ് ഇൻ കേസ് ഹിസ് എക്സാം ഈസ് ഇൻ ദ നെക്സ്റ്റ് വീക്ക് എന്ന് വരും. ഇതാണ് നമ്മൾ ആദ്യം ചെയ്ത ക്വസ്റ്റ്യൻ. ഇത് സാധാ രീതിയിൽ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ഷീ വിൽ ഡിപ്പാർട്ട് എയർലി ഇൻ കേസ് ഡാഷ്. അപ്പൊ ഇത് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ബാക്കിയുള്ള ഭാഗം അവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഹെർ ഫ്ലൈറ്റ് മേ ബി ഇൻ ടൈം, ഹെർ ഫ്ലൈറ്റ് വാസ് ഇൻ ടൈം, ഹെർ ഫ്ലൈറ്റ് മൈറ്റ് ബി ഇൻ ടൈം, ഹെർ ഫ്ലൈറ്റ് ഈസ് ഇൻ ടൈം. അപ്പൊ നമ്മൾ നോക്കണം മേയോ മൈറ്റോ ഉള്ള ഓപ്ഷൻസ് ഉണ്ടോ എന്ന് നോക്കുക. അങ്ങനെ ഉണ്ടല്ലോ അത് എഴുതാൻ പാടില്ല. അപ്പൊ ഇവിടെ നോക്കാം, ഇവിടെ മെയ് വന്നിട്ടുണ്ട്. അത് എ എന്ന് പറയുന്ന ഓപ്ഷനിൽ മെയ് വന്നു. അപ്പൊ അത് നമുക്ക് വേണ്ട. ഇനി നോക്കുക, സി എന്ന് പറയുന്ന ഓപ്ഷനിൽ മൈറ്റ് വന്നിട്ടുണ്ട്. അപ്പൊ അതും നമുക്ക് വേണ്ട. ഇനി നമ്മുടെ കയ്യിൽ രണ്ടെണ്ണേ ഉള്ളൂ. ഏതൊക്കെയാ? ബിയും ഡിയും. ഇതിനകത്ത് ഏത് വരും? അതെന്തിനെ ആശ്രയിച്ചാണ്? നമ്മുടെ ഫസ്റ്റ് സെന്റൻസിലെ വെർബിനെ ആശ്രയിച്ച. ഇവിടുത്തെ വെർബ് എന്താ? വിൽ ഡിപ്പാർട്ട് എന്നാണ് വന്നിരിക്കുന്നത്. ഈ വിൽ ഡിപ്പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? ഫ്യൂച്ചർ ടെൻസ് ആണ്. ഫ്യൂച്ചർ ടെൻസ് വന്നാലും നമ്മുടെ രണ്ടാമത്തെ ഭാഗം എങ്ങനെയായിരിക്കണം? സിമ്പിൾ പ്രസന്റിലായിരിക്കണം. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന സിമ്പിൾ പ്രസന്റ് ഏതാന്ന് നോക്കുക. നോക്കുമ്പോൾ ഹെർ ഫ്ലൈറ്റ് ഈസ്, വാസ് പാസ്റ്റ് ടെൻസ് ആണല്ലോ. ഓക്കെ, അത് വേണ്ട. ഈസ് എന്ന് പറയുമ്പോൾ സിമ്പിൾ പ്രസന്റ് ആണ്. മുമ്പേ പറഞ്ഞതുപോലെ ബിയുടെ സിമ്പിൾ പ്രസന്റ് ആണ്. അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് ഏത് ഓപ്ഷൻ എഴുതാം? ഹെർ ഫ്ലൈറ്റ്
ഈസ് ഇൻ ടൈം എന്ന് പറയുന്ന ഈ ഓപ്ഷൻ നമുക്ക് ധൈര്യമായിട്ട് എഴുതാം. അപ്പൊ നമ്മുടെ ആൻസർ എങ്ങനെ ആവും? ഷീ വിൽ ഡിപ്പാർട്ട് ഏർലി ഇൻ കേസ് ഹർ ഫ്ലൈറ്റ് ഈസ് ഇൻ ടൈം എന്ന് വരും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ആ ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് എ ക്വസ്റ്റ്യൻ ഈസ് ആസ്ക്ഡ് ഫ്രം ദ ടോപ്പിക്. അപ്പൊ ഇവിടെ എന്താ തന്നിരിക്കുന്നത്? രണ്ടാമത്തെ ഭാഗം തന്നിരിക്കുകയാണ്. നമുക്ക് ആദ്യത്തെ ഭാഗം നമുക്ക് എന്ത് ചെയ്യണം? പൂരിപ്പിക്കണം. അപ്പൊ നോക്കുക, ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഹി സ്റ്റഡീസ് ദ ടോപ്പിക് വെർബ്സ് സോ. ഇവിടെ സോ വന്നിട്ടുണ്ട്, അത് പാടില്ല. ഇനി അടുത്ത് ഹി സ്റ്റഡീഡ് ദ ടോപ്പിക് വെർബ്സ് ആൻഡ്. ഇവിടെ ആൻഡ് വന്നാൽ ശരിയാവത്തില്ല. ഹി സ്റ്റഡീസ് ദ ടോപ്പിക് വെർബ്സ് ഇൻ കേസ്. ഇവിടെ ഇൻ കേസ് വന്നിട്ടുണ്ട്. ഹി വിൽ സ്റ്റഡി ദ ടോപ്പിക് വെർബ് ദോ. ഇപ്പൊ ദോയും വേണ്ട, നമുക്ക് ഇൻ കേസ് വന്നാലേ ശരിയാവത്തുള്ളൂ. പരീക്ഷയ്ക്ക് ഇപ്പൊ നമ്മൾ ഇൻ കേസ് പഠിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഇൻ കേസ് എന്ന് ഉറപ്പിക്കുന്നത്. പക്ഷെ പരീക്ഷയ്ക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വായിച്ചു നോക്കണം. ഈ പറഞ്ഞിരിക്കുന്ന ഇവിടെ ഫസ്റ്റ് പാർട്ടാണല്ലോ വരണ്ടേ. ആ ഫസ്റ്റ് പാർട്ട് വന്നിരിക്കുന്ന ഓപ്ഷൻസ് ഇവിടെ എന്താ സൂചിപ്പിക്കുന്നതെന്ന് നമുക്ക് നോക്കണം. ഇവിടെ എന്താ സൂചിപ്പിക്കുന്നത്? ഒരു പ്രിക്കോഷൻ ആണ്. എന്ന് വെച്ചാൽ അവൻ ആ ടോപ്പിക്ക്, വെർബ് എന്ന് പറഞ്ഞ ടോപ്പിക്ക് പഠിക്കുന്നു എന്ന രീതിയിൽ. രണ്ടാമത്തെ ഭാഗം എന്താ പറയുന്നത്? എ ക്വസ്റ്റ്യൻ ഈസ് ആസ്ക്ഡ് ഫ്രം ദ ടോപ്പിക്. അതായത് ആ ടോപ്പിക്കിൽ നിന്നൊരു ചോദ്യം ചോദിച്ചേക്കാം എന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ഇതൊരു പോസിബിലിറ്റിയാണ്. അപ്പൊ അത്തരത്തിൽ ഫസ്റ്റ് പാർട്ട് എന്താണ്? പ്രിക്കോഷനെയും രണ്ടാമത്തെ ഭാഗം പോസിബിലിറ്റിയും സൂചിപ്പിക്കുന്നുവെങ്കിൽ അങ്ങനെയുള്ള ഇടയ്ക്കാണ് നമ്മൾ ഇൻ കേസ് എഴുതേണ്ടത്. അപ്പൊ ഇവിടെ അത്തരത്തിൽ വന്നതുകൊണ്ട് നമുക്ക് ഈ സെന്റൻസിനെ പരിഗണിക്കാം. ഹി സ്റ്റഡീസ് ദ ടോപ്പിക് വെർബ്സ് ഇൻ കേസ് എ ക്വസ്റ്റ്യൻ ഈസ് ആസ്ക്ഡ് ഫ്രം ദ ടോപ്പിക്. ഇത് നമ്മൾ എഴുതിയിരിക്കുന്ന കറക്റ്റ് ആണോ എന്ന് നോക്കാം. ഫസ്റ്റ് ടോപ്പിക്കിന്റെ അത് വെർബ് സ്റ്റഡീസ് ആണ്. അതെന്താണ്? പ്രസന്റ് ടെൻസ് ആണ്. അങ്ങനെ പ്രസന്റ് ടെൻസ് വന്നു കഴിഞ്ഞാൽ രണ്ടാമത്തെ ഭാഗത്ത് എന്ത് വേണം? സിമ്പിൾ പ്രസന്റ് വരണം. അപ്പൊ ഇവിടെ ഈസ് ആ വന്നിരിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ ഈ ഓപ്ഷൻ എന്തുകൊണ്ടും കറക്റ്റ് ആണ്. ഏത്? ഹി സ്റ്റഡീസ് ദ ടോപ്പിക് വെർബ്സ് ഇൻ കേസ് എന്ന് പറയുന്ന ഈ സി എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. അപ്പം ഈ 3 ക്വസ്റ്റ്യനും നമ്മൾ പഠിച്ച അത് കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്ത ആ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ 3 ക്വസ്റ്റ്യനിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. ഇനിയുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഇച്ചിരി ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ എന്തായാലും നമുക്ക് അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. അൺലെസ് യു ടേക്ക് your medicines properly, your health will be in trouble എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് അൺലെസ്സുമായി ബന്ധപ്പെട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ അൺലെസ് ഒക്കെ എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? ഏത് സാഹചര്യത്തിലാണ് നമ്മൾ അൺലെസ് ഉപയോഗിക്കുന്നത്? ഏതെങ്കിലും ഒരു ഉപദേശം കൊടുക്കുവാനോ അല്ലെങ്കിൽ മുന്നറിയിപ്പ് കൊടുക്കുവാനോ ഒക്കെയാണ് നമ്മൾ അൺലെസ് വെച്ച് തുടങ്ങുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഫസ്റ്റ് സെന്റൻസ് എന്താണ്? ഒരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ ഒരു ഉപദേശമാണ്. അൺലെസ് യു ടേക്ക് യുവർ മെഡിസിൻസ് പ്രോപ്പർലി എന്ന് പറയുന്നത്. അങ്ങനെ ഒരു മുന്നറിയിപ്പ്, ഒരു ഉപദേശം എന്ന് പറയുന്നത് ഏത് വിഭാഗത്തിൽപ്പെടും? ഒരു പ്രിക്കോഷന്റെ വിഭാഗത്തിൽപ്പെടും, ഒരു മുൻകരുതലിന്റെ വിഭാഗത്തിൽപ്പെടും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഫസ്റ്റ് പാർട്ട് ഒരു മുൻകരുതലിനെ സൂചിപ്പിക്കുന്നു. പിന്നെ രണ്ടാമത്തെ ഭാഗമോ യുവർ ഹെൽത്ത് വിൽ ബി ഇൻ ട്രബിൾ. നിങ്ങളുടെ ആരോഗ്യം പ്രശ്നത്തിലാകും, അതൊരു സാധ്യതയാണ്. അപ്പോ നിങ്ങൾ മരുന്ന് പ്രോപ്പറായിട്ട് കഴിച്ചില്ല എങ്കിൽ നിങ്ങളുടെ ആരോഗ്യം എന്ത് ചെയ്യും? ട്രബിളിലാവും എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ ഇൻ കേസ് വെച്ച് റെഡിയാക്കി എടുക്കാൻ പറ്റും, റീറൈറ്റ് ചെയ്യാൻ പറ്റും? നമ്മൾ ആദ്യം പറഞ്ഞു ഈ ഫസ്റ്റ് സെന്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഉപദേശം അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പാണ്, അല്ലെങ്കിൽ ഒരു മുൻകരുതലാണ്. അത് ആരോടാ പറയുന്നത്? യു, നിങ്ങളോടാ പറയുന്നത്. നിങ്ങൾ എന്നാ പറയുന്നത്. അപ്പൊ നിങ്ങൾ എന്ന് പറയുന്നതാണ് സെക്കൻഡ് പേഴ്സൺ ആണല്ലോ, നിങ്ങൾ ആണല്ലോ. അങ്ങനെ സെക്കൻഡ് പേഴ്സണെ ഉദ്ദേശിച്ചുകൊണ്ട് ഒരു ഉപദേശം ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ രണ്ടാമത്തെ വ്യക്തിയെ പോയിന്റ് ഔട്ട് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ രണ്ടാമത്തെ വ്യക്തിയോട് നേരിട്ട് നമ്മൾ ഒരു ഉപദേശമോ ഒരു വാണിങ്ങോ ഒരു മുന്നറിയിപ്പോ ഒക്കെ കൊടുക്കുന്നുവെങ്കിൽ അങ്ങനെയുള്ള സെന്റൻസ് എന്തായിരിക്കും? ഇംപറേറ്റീവ് സെന്റൻസ് ആയിരിക്കും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ തന്നിരിക്കുന്ന അൺലെസ് വെച്ച് തുടങ്ങുന്ന ഈ സെന്റൻസിനെ നമുക്ക് എന്ത് ചെയ്യണം? ഇംപറേറ്റീവ് സെന്റൻസിലേക്ക് മാറ്റണം. ആദ്യമേ ഇംപറേറ്റീവ് സെന്റൻസ് എന്ന് പറയുമ്പോൾ വെർബിൽ തുടങ്ങുന്നതാണ്, അല്ലെങ്കിൽ വെർബിന് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പൊ നമുക്കിവിടെ നോക്കാം, ഇവിടുത്തെ വെർബ് ഏതാ? ടേക്ക് ആണ്. അങ്ങനെ ടേക്കിൽ അങ്ങ് തുടങ്ങണം. അപ്പൊ എന്താ? ടേക്ക് യുവർ മെഡിസിൻസ് പ്രോപ്പർലി എന്ന് വരും. അപ്പൊ നമ്മൾ ഇവിടെ എന്താ ചെയ്തത്? ഈ അൺലെസ് യു ടേക്ക് യുവർ മെഡിസിൻസ് പ്രോപ്പർലി എന്ന് പറയുന്ന ആ സെന്റൻസിനെ, ഇത് അൺലെസ്സിൽ തുടങ്ങിയോണ്ട, അൺലെസ്സിലോ അല്ലെങ്കിൽ ഇഫിലോ ഒക്കെ തുടങ്ങുന്ന സെന്റൻസിനെയാണ് നമ്മൾ ആ തരത്തിലേക്ക് മാറ്റേണ്ടത്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ സെന്റൻസിനെ നമ്മൾ ഇംപറേറ്റീവ് സെന്റൻസിലേക്ക് മാറ്റണം. അങ്ങനെയുള്ള സെന്റൻസ് എന്തും കൂടെ ആയിരിക്കണം? യു എന്ന് പറയുന്ന സബ്ജക്റ്റിൽ ഉള്ള സെന്റൻസും കൂടെ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിനെ എന്ത് ചെയ്യത്തുള്ളൂ? ഇംപറേറ്റീവ് സെൻസിലേക്ക് മാറ്റത്തുള്ളൂ.
സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഇൻ കേസുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ എന്താണ് യു വെച്ചുള്ള സബ്ജക്റ്റ് ആയിരിക്കും വരിക. അപ്പൊ എന്തുകൊണ്ട് നമുക്ക് ഇവിടെ ധൈര്യമായിട്ട് ടേക്കിൽ തുടങ്ങാം. അപ്പൊ അതെന്തായി മാറി? ഒരു ഇംപറേറ്റീവ് സെന്റൻസ് ആയി മാറും. ടേക്ക് യുവർ മെഡിസിൻസ് പ്രോപ്പർലി. ഇനി നമുക്ക് ധൈര്യമായിട്ട് ഇൻ കേസ് എഴുതാം. ആ ഇൻ കേസ് എഴുതി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് തന്നിരിക്കുന്ന വെർബിനെ നമ്മൾ ചേഞ്ച് ചെയ്യണം. അത് വിൽ അല്ലെങ്കിൽ മേ, മൈറ്റ് അങ്ങനെയുള്ള സംഭവമൊന്നും വരാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് വില്ലിനെ മാറ്റി. ഇനി നമ്മൾ ഈ ബി എ എന്ന് പറയുന്ന യഥാർത്ഥ വെർബിനെ ഇവിടെ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് മാറ്റിയെടുക്കണം. ആ ടെൻസ് ഫോമിലേക്ക് മാറ്റിയെടുക്കണം. ഇവിടെ ടേക്ക് യുവർ മെഡിസിൻസ് പ്രോപ്പർലി നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇംപറേറ്റീവ് സെന്റൻസ് ആണ്. അങ്ങനെ ഇംപറേറ്റീവ് സെന്റൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ രണ്ടാമത്തെ സെന്റൻസിനെ ഏത് ടെൻസിലേക്ക് മാറ്റണം? സിമ്പിൾ പ്രസന്റിലേക്ക് മാറ്റണം. അതായത് ബിയുടെ സിമ്പിൾ പ്രസന്റ് ഫോം എഴുതണം. ഏതാ? ഈസ്, ആം, ആർ. യുവർ ഹെൽത്ത് എന്ന് പറയുന്നത് സിംഗുലർ ആണ്. അതുകൊണ്ട് നമുക്ക് ഈസ് എഴുതാം. അപ്പൊ എങ്ങനെ വരും? യുവർ ഹെൽത്ത് ഈസ് ഇൻ ട്രബിൾ എന്ന് വരും. അപ്പോ നമ്മുടെ ആൻസർ എങ്ങനെ വരും? ടേക്ക് യുവർ മെഡിസിൻസ് പ്രോപ്പർലി ഇൻ കേസ് യുവർ ഹെൽത്ത് ഈസ് ഇൻ ട്രബിൾ എന്ന് വരും. അപ്പൊ അതാണ് കറക്റ്റ് ആൻസർ. അപ്പൊ ഇങ്ങനെയാണ് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യേണ്ടത്. എന്തായാലും നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ഇഫ് യു ഡോണ്ട് സ്റ്റഡി വെൽ യുവർ എക്സാം മേ ബി ടഫ്. ഇതും എന്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? ഇൻ കേസ് വെച്ച് റീറൈറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ മുമ്പേ പറഞ്ഞു അൺലെസ് തുടങ്ങുമ്പോൾ നമ്മൾ എന്താ ചെയ്തത്, അതേപോലെ ഇവിടെ ഇഫിലാണ് തുടങ്ങിയിരിക്കുന്നത്. ഇഫ് പ്ലസ് നോട്ട് ആണ് എന്ത്? അൺലെസ് എന്ന് പറയുന്നത്. ഇഫ് നോട്ട് എന്ന് പറയുന്നത് എന്തിന് തുല്യമാണ്? അൺലെസ്സിന് തുല്യമാണ്, അല്ലെങ്കിൽ എന്നർത്ഥം. അപ്പൊ എന്തായാലും നമ്മൾ അൺലെസ് തുടങ്ങിയ സെന്റൻസിനെ ചെയ്ത പോലെ തന്നെ ഈ സെന്റൻസിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇംപറേറ്റീവ് സെന്റൻസിലേക്ക് മാറ്റണം. കാരണം അത് ഇവിടെ സബ്ജക്ട് യു ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇംപറേറ്റീവ് സെൻസിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ വെർബിനെയാണ് വെർബ് തൊട്ടാണ് നമ്മൾ തുടങ്ങേണ്ടത്. അപ്പം സ്റ്റഡി വെൽ. അപ്പൊ അങ്ങനെ വരും സ്റ്റഡി വെൽ. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഇൻ കേസ് യുവർ എക്സാം മേ വേണ്ട, മൈറ്റ് വേണ്ട, വില്ല് വേണ്ട, ക്യാൻ വരണ്ട, കുഡ് വേണ്ട, വുഡ് വേണ്ട, ഷുഡ് വേണ്ട, അവയൊക്കെ നമ്മൾ ഒഴിവാക്കണം. പിന്നെ നമ്മുടെ ഉള്ളത് ബി ആണ്. ഇനി ബിയുടെ ഇത് ടെൻസ് ഫോം എഴുതും. അതെന്തിനെ ആശ്രയിച്ച? ഫസ്റ്റ് സെന്റൻസിനെ ആശ്രയിച്ച. സ്റ്റഡി വെൽ എന്നാ പറഞ്ഞിരിക്കുന്നത്. അതെന്താണ്? ഇംപറേറ്റീവ് സെന്റൻസ് ആണ്. ഇംപറേറ്റീവ് സെന്റൻസ് വരുമ്പോൾ നമ്മൾ ഇവിടെ സിമ്പിൾ പ്രസന്റ് ഫോം എഴുതാവൂ. അപ്പൊ ഈസ്, ആം, ആർ ഇതിനകത്ത് ഏതെങ്കിലും എഴുതണം. ഇവിടെ സബ്ജക്ട് യുവർ എക്സാം ആണ്. യുവർ എക്സാം സിംഗുലർ ആണ്. അപ്പം ഈസ് എഴുതാം. അപ്പം എങ്ങനെ വരും? സ്റ്റഡി വെൽ ഇൻ കേസ് യുവർ എക്സാം ഈസ് ടഫ് എന്ന് വരും. അപ്പൊ എങ്ങനെയാണ്? സ്റ്റഡി വെൽ ഇൻ കേസ് യുവർ എക്സാം ഈസ് ടഫ് എന്ന് വരും. അപ്പം ഇതിന്റെ ആൻസർ കണ്ടെത്തിയതിലൂടെ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകും എങ്ങനെയാണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിനെ സമീപിക്കേണ്ടതെന്ന്. എന്തായാലും നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ടേക്ക് കെയർ ലെസ്റ്റ് യു ഷുഡ് ബി ട്രാപ്ഡ്. ഇത്തരത്തിൽ വന്നിട്ട് പറയും ഇൻ കേസിൽ തുടങ്ങാൻ. ഇവിടെ നമുക്ക് എളുപ്പമാണ്. ഫസ്റ്റ് പാർട്ട് നമുക്ക് കിട്ടി ടേക്ക് കെയർ. ഈ ലെസ്റ്റ് അവിടെ കിടക്കട്ടെ. പിന്നെ യു ഷുഡ് ബി ട്രാപ്ഡ്. രണ്ട് പാർട്ടുണ്ട്. ഇടയ്ക്ക് ലെസ്റ്റ് വന്നു. നമ്മൾ എന്ത് ചെയ്യണം? ആ ലെസ്റ്റ് വന്ന സ്ഥാനത്ത് ഇൻ കേസ് എഴുതണം. അപ്പൊ എങ്ങനെ വരും? ടേക്ക് കെയർ ഇൻ കേസ്. പിന്നെ നമ്മൾ എന്ത് എഴുതണം? യു എഴുതണം. യു. പിന്നെ നമ്മൾ എന്തൊക്കെ എഴുതാൻ പാടില്ല? ഷുഡ് വേണ്ട, വില്ല് വേണ്ട, വുഡ് വേണ്ട, ക്യാൻ വേണ്ട, മേ വേണ്ട, മൈറ്റ് വേണ്ട. അപ്പൊ നമുക്ക് ഷുഡിനെ കളയാം. പിന്നെ നമ്മുടെ ഉള്ളത് ബി ആണ്. ആ ബിയുടെ ഏത് ടെൻസ് എഴുതണം? അതിവിടെ നോക്കണം. ഇവിടെ ടേക്ക് കെയർ ആണ് വന്നിരിക്കുന്നത്. അത് ഇംപറേറ്റീവ് സെന്റൻസ് ആണ്. അതുകൊണ്ട് ബിയുടെ സിമ്പിൾ പ്രസന്റ് ആയ ഇവിടെ എന്താ നമുക്ക് എഴുതാൻ പറ്റത്തുള്ളൂ? ആറ് എഴുതാൻ പറ്റുള്ളൂ. കാരണം എന്താ? യു വന്നതുകൊണ്ട്. യു പ്ലൂറൽ ആണ്. അപ്പൊ അങ്ങനെ വരും ടേക്ക് കെയർ ഇൻ കേസ് യു ആർ ട്രാപ്ഡ് എന്ന് വരും. അപ്പൊ എങ്ങനെ? ടേക്ക് കെയർ ഇൻ കേസ് യു ആർ ട്രാപ്ഡ് എന്ന് വരും. അതാണ് കറക്റ്റ് ആൻസർ. ഇനി നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. മഹേഷ് ലെഫ്റ്റ് ഹിസ് ഓഫീസ് early ഫുൾ സ്റ്റോപ്പ്. ഹിസ് ഫ്രണ്ട്സ് മൈറ്റ് വെയിറ്റ് ഫോർ ഹിം ഇൻ ദ ബസ് സ്റ്റോപ്പ്. ഇങ്ങനെയൊക്കെ നമ്മൾ വരട്ടാൻ വേണ്ടി ചോദിക്കും. ചേഞ്ച് ഇൻ ടു കോംപ്ലക്സ്നെസ്. ഇത് കാണുമ്പോൾ നമ്മൾ ഞെട്ടും. പിന്നെ പറഞ്ഞിട്ടുണ്ട് യൂസിങ് ഇൻ കേസ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇൻ കേസ് കൊണ്ട് അങ്ങ് യോജിപ്പിച്ചാൽ മതി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ രണ്ട് സെന്റൻസിനോട് ചേർന്ന് അതെന്തായി മാറും? കോംപ്ലക്സ് സെന്റൻസ് ആയിട്ട് മാറിക്കോളും. അപ്പൊ നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് സെന്റൻസിനെ അതുപോലെ എടുത്തെഴുതുക. അപ്പൊ അങ്ങനെ വരും മഹേഷ് ലെഫ്റ്റ് ഹിസ് ഓഫീസ് early. പിന്നെ നമുക്ക് ഇൻ കേസ് എഴുതാം. ഇൻ കേസ്. പിന്നെ ഹിസ് ഫ്രണ്ട്. പിന്നെ മൈറ്റ് വേണ്ട, മൈറ്റ് കളഞ്ഞു. പിന്നെ നമ്മൾ ഈ വെയിറ്റ് എന്ന് പറയുന്ന വെർബ. ആ വെർബിന്റെ ഏത് ടെൻസാണ് നമ്മൾ എഴുതേണ്ടത്? അത് എന്തിനെ ആശ്രയിച്ചാണ്? ഫസ്റ്റ് പാർട്ടിനെ ആശ്രയിച്ച. ഫസ്റ്റ് പാർട്ടിലെ വെർബ് എന്താ? ലെഫ്റ്റ് ആണ്. അതെന്താണ്? പാസ്റ്റ് ടെൻസ് ആണ്. പാസ്റ്റ് ടെൻസ് വന്നു കഴിഞ്ഞാൽ രണ്ടാമത്തെ പാർട്ടില് വെർബ് എന്തായിരിക്കണം? സിമ്പിൾ പാസ്റ്റ് ആയിരിക്കണം. അപ്പൊ വെയിറ്റിന്റെ സിമ്പിൾ പാസ്റ്റ് വെയിറ്റഡ് എന്ന് വരും. അപ്പൊ നമ്മുടെ ആൻസർ എങ്ങനെ വരും? മഹേഷ് ലെഫ്റ്റ് ഹിസ് ഓഫീസ് early ഇൻ കേസ് ഹിസ് ഫ്രണ്ട് വെയിറ്റഡ് ഫോർ ഹിം ഇൻ ദ ബസ് സ്റ്റോപ്പ് എന്ന് വരും. അപ്പൊ അതാണ് കറക്റ്റ് ആൻസർ.
അപ്പം ഇത്തരത്തിലാണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ ഇൻ കേസുമായി ബന്ധപ്പെട്ട എങ്ങനെയൊക്കെ PSC-യിൽ നിന്ന് ചോദ്യങ്ങൾ വരാം, ഏതൊക്കെ ചോദ്യങ്ങളാണ് നേരത്തെ ചോദിച്ചിട്ടുള്ളത്, അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ഈ പറയുന്ന ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസർ കണ്ടെത്തുന്ന രീതിയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ നമ്മൾ ഇൻ കേസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ വേറെ ടോപ്പിക്കുമായിട്ടായിരിക്കും വരുന്നത്. എന്തായാലും ഈ ക്ലാസ് നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായി ഞാൻ കരുതുന്നു. അങ്ങനെ മനസ്സിലായിട്ടുണ്ട് തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ആദ്യമായി എൻ്റെ ക്ലാസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.